പക്ഷേ ഓരോന്നിനും വ്യത്യാസമുണ്ട്. മനുഷ്യകുലം അങ്ങനെയാണ് നിലനിൽക്കുന്നത്. ധാർമ്മികതയാണ് മനുഷ്യന് മനുഷ്യത്വം നൽകിയത്, അല്ലാതെ യുക്തിവാദവും മതവിരുദ്ധവാദവും ഒന്നുമല്ല. മനുഷ്യനെ ഏത് കാലത്തും നന്നാക്കിയിട്ടുള്ളത് മതമാണ്. ആ മതത്തിന്റെ അബ്ദസാരം ഉൾക്കൊള്ളാതെ പോകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും. അമേരിക്കയിൽ ബിൽ ക്ലിന്റൺ അധികാരമേറ്റപ്പോൾ, അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ അധികാരമേറ്റപ്പോൾ ആദ്യം നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അമേരിക്കയുടെ കുടുംബരംഗം പുനർക്രമീകരിക്കണം. കാരണം അമേരിക്കയുടെ കുടുംബരംഗം വളരെ മോശമായി. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബം വളരെ മോശമാകുന്നത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നല്ല കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുക്കണം. പലപ്പോഴും ഞാൻ ചോദിച്ചോട്ടെ, ആളുകൾ സ്ത്രീധനത്തിന് പ്രാധാന്യം കാണും, പെൺകുട്ടിയുടെ സൗന്ദര്യത്തിന് പ്രാധാന്യം കാണും, പുരുഷന്റെ ജോലിയെ പറ്റി ആളുകൾ ചിന്തിക്കുന്നു. പക്ഷെ ഒരു കുടുംബവും, അത് ഹൈന്ദവമാകാം, ക്രൈസ്തവമാകാം, ഇസ്ലാമികമാകാം, പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അതെന്താ? എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി ഒരു പെണ്ണാണ്, പക്ഷേ ഒരു ഭാര്യയാകാൻ യോഗ്യയാണോ എന്ന് പരിശോധിക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയോടും അച്ഛനോടും ഉമ്മയോടും ബാപ്പയോടും പെരുമാറാൻ അറിയുന്ന കുട്ടിയാണോ എന്നറിയണം. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും മനസ്സിലാക്കി നല്ല ഒരു ഭാര്യയാകാൻ യോഗ്യതയുള്ള പെണ്ണാണോ? എത്ര ആൾ അന്വേഷിക്കാറുണ്ട്. നല്ല വീടാണ്, റോഡ് സൈഡില് കാർ പോർച്ചുണ്ട്, നല്ല സൗഭാഗ്യമുണ്ട്, ഇത്ര തെങ്ങുണ്ട്, ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, പെൺകുട്ടി നല്ല സുന്ദരിയാണ്, ഇതൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടുണ്ടോ ഈ പെൺകുട്ടി പഠിച്ച കോളേജിൽ അധ്യാപകർ ഈ കുട്ടിക്ക് എത്ര നല്ല സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്? ഇസ്ലാമിക ദൃഷ്ടി ആ കുട്ടി അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന പെണ്ണാണോ? 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവളാണോ? മാതാപിതാക്കളോട് നന്നായി പെരുമാറാൻ അറിയുന്നവളാണോ? ഭർത്താവ് കഷ്ടപ്പെട്ട് ക്ഷീണിച്ചവശനായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ പൂമുഖപ്പടിയിൽ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് വെള്ളവുമായി സ്വീകരിക്കാൻ മര്യാദയുള്ള പെൺകുട്ടിയാണോ? ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ സ്വകാര്യം മനസ്സിലൊന്ന് ചോദിച്ചു നോക്കിയേ. നമ്മുടെയൊക്കെ കുടുംബജീവിതം വലിയ പെർഫെക്റ്റാന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾ? എന്തുകൊണ്ടാണ് അതില്ലാത്തത്? നമ്മുടെ സെലക്ഷൻ പലപ്പോഴും ശരിയല്ല. സമ്പത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളത് പ്രശ്നം. പിന്നെ ജീവിതം, ഈ കാണുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചടാ റഫീഖെ നല്ല ഫുഡായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പിരിയും. പക്ഷേ റഫീഖിന്റെയും സെബീനയുടെയും ദാമ്പത്യ ജീവിതം പിന്നെ എന്തായിരുന്നു എന്ന് ആരും അന്വേഷിക്കാറില്ല. അതല്ലേ ഇമ്പോർട്ടന്റ്, അതല്ലേ പ്രധാനം. അതുകൊണ്ട് വളരെ കൃത്യമായി പറയാം, മുസ്ലിങ്ങൾ മോസസ് പ്രവാചകൻ, 10 കമൻമെന്റ്സിന്റെ മോസസ് പ്രവാചകൻ, അദ്ദേഹം കല്യാണം കഴിച്ചത് ഷുഐബ് നബിയുടെ മകളായ സഫൂരിയെ. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ഷുഐബ് നബി പറയുന്ന ഒരു കാര്യമുണ്ട്, 8 വർഷം നീ ആടിനെ മേച്ചാൽ, അത് മഹറായി നിശ്ചയിച്ചാൽ ഞാൻ എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചിരുന്ന, അല്ലാതെ നിനക്ക് ഞാൻ ഇത്ര സ്ത്രീധനം തരാം, നീ എൻ്റെ മകളെ കല്യാണം കഴിക്കണം എന്നല്ല. നീ 8 കൊല്ലം ആടിനെ മേക്കണം. ഇന്ന് ഏതെങ്കിലും ഒരു പിതാവ് മരുമകനായി വരുന്നതിനോട് 8 കൊല്ലം എൻ്റെ പാടത്ത് പണിയെടുക്കണം, എന്നാലേ എൻ്റെ മോളെ കെട്ടിച്ചേർ, പോയി പണിയൊക്കെ കാക്ക, എത്ര പെൺകുട്ടികൾ ഈ നാട്ടിലുണ്ട് എന്ന് ആളുകൾ പറയും. അപ്പൊ കാലവും ലോകവും മാറി. അതുകൊണ്ട് വളരെ ഗൗരവം, നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന നമ്മുടെ പെൺകുട്ടി ഒരു വീട്ടിൽ ഭക്ഷണം വെക്കാൻ അറിയുന്നവളാകണം, മാതാപിതാക്കൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ അറിയുന്നവളാകണം, അവരുടെ സഹോദരങ്ങളോട് പെരുമാറാൻ കഴിയുന്നവരാകണം, ഭർത്താവിൻ്റെ വീടിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നവളാകണം, ഭർത്താവിൻ്റെ അഭാവത്തിൽ ചാരിത്രശുദ്ധി കാത്തുസൂക്ഷിക്കുന്നവളാകണം, ഭർത്താവിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നവളാകണം. ഇങ്ങനെ ഒരുപാട് മാനദണ്ഡം. സൂറത്ത് നിസായിലുള്ള വചനമാണ്, 34-ാമത്തെ വചനം. സ്ത്രീയുടെ മേൽ പുരുഷൻ കൈകാര്യകർത്താവാണ്. അതുകൊണ്ട് പുരുഷനാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത്, ഭാര്യയുടെ വീട്ടുകാരല്ല. ഒന്നുകൂടെ പറയാം, സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ച് മരുമകൻ സൽക്കാരത്തിന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മോച്ചൻ മനസ്സിൽ പറയും, കണ്ടോ നമുക്കിൻ്റെ തിന്നിട്ട് വരുന്നത്. അങ്ങനെ പറയിപ്പിക്കരുത്. നട്ടെല്ലുള്ള ഒരാണും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പണം വാങ്ങിയിട്ട് സമ്പാദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് ഇസ്ലാം സ്ത്രീധനം പണമായി, ആഭരണമായി, ജോലിയായി, വിസയായി, കാറായി, സ്ഥലമായി എന്ത് വിധേന ഇന്ന് സ്വീകരിക്കുന്നതും നിബന്ധന വെച്ച് സ്വീകരിക്കുന്നതൊക്കെ പുരുഷന് ഹറാമാണ്. അത് സ്വീകരിക്കാൻ പാടില്ല, അത് വാങ്ങാൻ പാടില്ല. അതിനെതിരെ ഒന്നും നമ്മുടെ സമൂഹത്തിന് ജാഗ്രതയില്ല. ഇപ്പൊ ഇവിടെയുള്ള ഈ മഹലിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? മലയാളത്തിൽ പറയാൻ പറ്റൂല, ആളുകൾക്കൊന്നും മനസ്സിലായിരുന്നു. ആളുകൾ പഠിക്കരുത്, ആളുകൾ മനസ്സിലാക്കരുത്, അറബി തന്നെ പറഞ്ഞിട്ട് ഈ സമൂഹത്തെ നശിപ്പിക്കണം. അതാണ് ഇവിടുത്തെ മഹലിന്റെ തീരുമാനം. ആലോചിച്ച് നോക്കുങ്ങൾ. ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയിൽ പറയണം എന്നാ ഖുർആൻ പറയുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. സമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിലാണ് പ്രവാചകന്മാർ സംസാരിച്ചത്. സൂറത്ത് ഇബ്രാഹിം 4-ാമത്തെ വചനം പരിശോധിച്ചു നോക്കി. പണ്ഡിതന്മാരോട് ചോദിക്കും, ഇങ്ങനെ ഒരു വചനം ഖുർആനിലുണ്ടോ? മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. പ്രവാചകന്റെ നിക്കാഹ് ജനങ്ങൾക്ക് തിരിഞ്ഞു. നമ്മുടെ നാട്ടിൽ അത് മനസ്സിലാകുന്നില്ല. ആളുകൾക്ക് മനസ്സിലാകണം, എന്താ വിവാഹം, എന്താ കുടുംബരംഗം, എന്താ ജീവിതം, വിവാഹത്തിന്റെ മഹത്വം എന്താ, ഇത് മനസ്സിലാകും.
2 പോയിന്റൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതൊന്ന്, എനിക്ക് മുസ്ലിങ്ങളോട് പറയാനുള്ളത്, ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ. അമുസ്ലിങ്ങൾക്ക് ഒരു മുഹൂർത്തമുണ്ട്. 11:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 11:30 നടക്കും അല്ലേ? നമ്മുടെ ഉച്ചയും വൈകുന്നേരം ഒരു ദിവസം ഫുള്ളായിട്ട് ചെലവഴിക്കുകയാണ്. എന്തിനാ ഇത്? ഒരു 11 മണിക്ക് മുഹൂർത്തം വേണ്ട, ഇസ്ലാമിലെ മുഹൂർത്തമില്ല. 10 മണി, 11 മണി, 11:30 വെക്കുക, കറക്റ്റ് വെക്കുക. എല്ലാവരും ഇതുപോലെ ഓഡിറ്റോറിയത്തിൽ വരിക. എന്നിട്ട് ഈ നിക്കാഹ് കഴിയുക, ചടങ്ങ് കഴിയുക, അതിനുശേഷം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അതാണ് ഇസ്ലാം. വിവാഹത്തിന് ശേഷമാണ് വിവാഹാനന്തര ഭക്ഷണം, വലീമ. വിവാഹത്തിന് മുമ്പ് ഭക്ഷണമില്ല, ഇസ്ലാമിലില്ല. മാത്രമല്ല, അക്കീക്കത്ത് ഇറക്കിയപ്പോഴാ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം. അതുപോലെ വലീമ കൊടുക്കുക കല്യാണം കഴിഞ്ഞതിന് ശേഷം. ഞാൻ വളരെ സാന്ദർഭികത, മരണം എന്ന് പറയും മനുഷ്യൻ എപ്പോഴും വരാം. കല്യാണം നടക്കണതിനും എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് പിരിഞ്ഞ് ഭർത്താവോ ഭാര്യയോ മരിച്ചു പോയാൽ ആ കല്യാണം നടന്നോ? അതുകൊണ്ട് നിക്കാഹ് നടന്നതിന് ശേഷം അതിൻ്റെ സന്തോഷ സൂചനയായി ഭക്ഷണം കൊടുക്കുക. അതാണ് ഇസ്ലാമിലെ മര്യാദ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ദേഷ്യം പിടിക്കും. കാരണം ഇതൊന്നും കേട്ട് പരിചയമില്ലാത്ത വലിയൊരു ഓഡിയൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും കീഴ്വഴക്കമായി സ്വീകരിച്ചിട്ടില്ലാത്തവർ. പക്ഷേ ഞങ്ങൾക്കത് സ്വീകരിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് സർവാധിനാഥനായ റബ്ബിനെ സാക്ഷ്യം നിർത്തി ഇവിടെ 50 ഗ്രാം സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ടാണ് ഇവിടെ കല്യാണം. ഇനി ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്നവരോട് ദാമ്പത്യ ജീവിതം പട്ടുമെത്തയാണ്, മുൾക്കിരീടമാണ്. അറിഞ്ഞും അറിയിച്ചും മനസ്സിലാക്കിയും പെരുമാറുക, വിട്ടുവീഴ്ച ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക, കാരുണ്യം ഉണ്ടാവുക, ഭാര്യയുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കുക, ഭർത്താവിൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കുക. അതുപോലെ അമ്മായിയോടും അമ്മോശനോടും ഒക്കെ നമ്മളുടെ പെൺകുട്ടികളും അന്യ വീട്ടിൽ താമസിക്കുന്നുണ്ട്, അവർ നന്നായി സന്തോഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ മരുമക്കൾക്കും നമ്മൾ ആ സന്തോഷം കൊടുക്കണം. അങ്ങനെ വന്നാൽ കുടുംബാന്തരീക്ഷം വളരെ സെറ്റപ്പ് ഉള്ളതായി തീരും. അതിന് ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം വേണം. മനുഷ്യൻ്റെ മനസ്സ് നന്നാവണം. അത് നന്നായാൽ എല്ലാം നന്നാവും. അത്തരത്തിലുള്ള വിവാഹ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ദൈവം തമ്പുരാൻ നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ ഏറ്റവും പ്രധാനം, ഇവിടെ വിവാഹം നിക്കാഹ് നടന്നാൽ ബാറകല്ലാഹു ലകുമാ വബാറക അലൈകുമാ വജമ്മ ബൈനകുമാ ഫീ ഖൈർ എന്നൊരു പ്രാർത്ഥനയാണ് റസൂൽ പഠിപ്പിച്ചത്. അത് 3 തവണ ഉരുവിടും. അത് ഏറ്റുചൊല്ലലാണ് പ്രവാചക സുന്നത്ത്. സർവാധിനാഥനായ റബ്ബ് ഈ വധൂവരന്മാർ, വിവാഹിതരാകാൻ പോകുന്ന ഈ നവദമ്പതികൾക്ക് അള്ളാഹു എല്ലാ സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമികമായ വിവാഹം ഈ മഹലിൽ സംഘടിപ്പിക്കപ്പെടുന്നതിന് നേതൃത്വം നൽകാൻ നമ്മുടെ പുതു സമൂഹത്തിന്, യുവാക്കൾക്ക് സാധിക്കുമാറാകട്ടെ. അങ്ങനെ പണ്ഡിതന്മാരുടെ മഹലിൻ്റെ സപ്പോർട്ടോടുകൂടി ഇസ്ലാമികമായ രൂപത്തിൽ നിക്കാഹ് നടക്കുന്ന സദസ്സുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടാകുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവർക്കെല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവരുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിയുന്ന സന്താനങ്ങൾ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും ലോകത്തിനും എല്ലാം ഉപകരിക്കുന്ന സ്വാത്വികന്മാരായി തീരുമാറാകട്ടെ.